ത്വാമാത്ത്. അപ്പൊ ത്വാമാത്ത് എന്ന് പറഞ്ഞാല് ത്വാമത്തിന്റെ ജമ്മ ത്വാമാത്ത്. വഹിയ അൽ മുസീബത്തുല്ലത്തി തത്തും അലാ ഗൈരിഹാന്നാണ്. മുസീബത്ത് അല്ലാത്തതിനേക്കാൾ വലിയൊരു വിപത്ത് കൂടി വരുന്ന മുസീബത്ത് അതാണ് ഈ ത്വാമാത്ത്. അപ്പൊ യുദ്ധിലുക ഈ ത്വാമാത്തിനെ കടത്തിയിട്ടുണ്ട്. മാ ദക്കർനാഹു നമ്മൾ പറഞ്ഞ വന്ന് എവിടെ നമ്മൾ ഷത്തിനെ പറ്റി പറഞ്ഞില്ലേ, ആ പറഞ്ഞോടത്ത് ഷത്തിക്കിൽ ഇത് കടന്നിട്ടുണ്ട്. പിന്നെ അമ്രുന്നാഹറും പിന്നെ വേറൊരു കാര്യം യഹ്സുഹ, അതെന്താക്കുന്നറിയാമോ ത്വാമാത്തിനെ പ്രത്യേകമാക്കും. അത് ഷത്തിക്കിലില്ല. അപ്പൊ ആ നിലക്ക് ഇവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. ഉഹുവ അക്കാര്യം സ്വറുഫു അൽഫാദി ഷറഈ, ഷറയിൽ വന്ന പദങ്ങൾ ഉണ്ടാവും, അത് തിരിച്ചു വിടുക. ലാഹിരികൾ മഫ്ഹൂമത്തി, ആ ഷറഈന്റെ പദങ്ങൾ ഇന്ന് ലാഹിറായി മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥങ്ങൾ ഉണ്ടാവും, അതില്ലാതെയാക്കിയിട്ട് തിരിച്ചു വിടുക. എല്ലാ ഉമൂരിൻ ബാത്തിനത്തിൽ ഒരു ആർക്കും തിരിയാത്ത ഒരു രഹസ്യമായ അർത്ഥങ്ങളിലേക്ക് ഉള്ളിലേക്ക് തിരിയും. അപ്പോ ലാഹിറും ലാഹിർ അല്ലാത്തതുണ്ട്. അപ്പൊ അവ്യക്തമായ കാര്യങ്ങളിലേക്ക് വ്യക്തമായ പദങ്ങൾ തിരിച്ചുവിടുക. ലാ യസ്ബുഖു മിൻഹാ ഇലൽ അഫ്ഹാം ഫായിദത്തുൻ, അത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക എന്നതിലേക്ക് അവ ഹൃദയങ്ങളിലേക്ക് ഒരു ഫലം അത് മുൻകടക്കാൻ കഴിയൂല. അങ്ങനെയുള്ള ചില പദങ്ങളിലേക്ക് മാറ്റാണ്. ഏതുപോലെയൊക്കെ പാത്തിനീയത്തി ഈ തഹ്‌വീലാത്തി, ഓരോ വ്യാഖ്യാനം നൽകേണ്ടി വരും. ആ വ്യാഖ്യാനങ്ങളിൽ ബാത്തിനിയാക്കളുടെ പതിവ് അങ്ങനെയാണ്. ബാത്തിനിയാക്കളെന്ന് പറഞ്ഞാല് അവര് മുലാഹിദത്തിൽപ്പെട്ടതായ ഒരു സംഘമാണ്. അവരെന്ത് ചെയ്യുന്നറിയോ, ഓലൊക്കെ ബാത്തിൻ അറിയുന്നവരാന്നും പറയും. എന്നിട്ടൊക്കെ ബാത്തിൻ അറിയാമെന്ന് പറഞ്ഞ കുറെ ലഭ്യത ഉണ്ടാക്കി തീർക്കുമല്ലോ പണി. അതാണ് കുറെ വേറെ മാനകളിലേക്ക് മാറ്റും ലഭ്യതനെ, ഒന്നും തിരിയില്ല ആർക്കും. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഓലെ പതിവ് അങ്ങനെയാണ്. വഹാദ അടിമൻ. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി നടത്തല് ഷത്ത് പോലെ തന്നെ ഹറാമുൻ, ഇത് ഹറാം തന്നെയാണ്. വളറഹു അലീമുൻ, അതിന്റെ പ്രയാസം വളരെ വലുതാണ്. കാരണം ഫൈനൽ അൽഫാള ഇതാ സുരിഫത്ത് അൻ മുഖത്തുള്ള ലവാഹിരിക, ഓരോ പദങ്ങളും അതിന്റെ ലാഹിറ എന്ത് തേടുന്നോ അതിനെ വിട്ട് തിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വൈരി ഐത്തിസാമിൻ ബിഹി, അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഇതും ഒരു തെളിവില്ല. എങ്ങനെ എത്തിസാം ഉണ്ടാവല്? ബിൻ അഖിലിൻ അൻ സാഹിബി ഷറഈ, ഷറഈന്റെ ഉടമസ്ഥൻ അല്ലാഹു റസൂല്, ഇവരെ തൊട്ട് വല്ലത് ഉദ്ധരിച്ചാൽ കിട്ടണം. അങ്ങനെ ഉദ്ധരിക്കൽ കൊണ്ടാണ് എത്തിസാം പിടിച്ചു നിൽക്കാന്നുണ്ടാവുക. അതൊന്നും ഉണ്ടാവില്ല. അതൊന്നുമില്ല, തന്നിഷ്ടപ്രകാരം തിരിക്കപ്പെടുക. ഒമിൻ വൈരി വറരിൻ തൊതുഴു ഇലൈഹി, എന്നാ പിന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന വല്ല പ്രയാസം ഉണ്ടാണോ? അതുടില്ലേനും. അതൊന്നും ഇല്ലാതെയാണ് ഈ പരിപാടി നടത്തുക. മിൻ ദലീലിൻ അഖലി, ബുദ്ധിപരമായിരിക്കുന്ന വല്ല ദലീലും ആവശ്യമായിട്ട് വരണം. അതുമില്ല, ഷറഈനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. തന്നെ ഇഷ്ടപ്രകാരം തിരിച്ചു വിടുക. അങ്ങനെ തിരിച്ചാൽ ഇഖ്തിലാ ദാലിക, ആ തിരിക്കൽ തേടി മുത്ലാന സിഖത്ത് ബിൽ അൽഫാലി, ഇവിടെ കൊണ്ടുവന്ന പദങ്ങളെ കൊണ്ടുള്ള ആ ഒരു സിഖത്ത് ബാത്തിലാണ് തേടും. കാരണം ഷറ അങ്ങനെ പറഞ്ഞിട്ടില്ല, ബുദ്ധിപരമായിട്ട് ആലോചിച്ച കിട്ടൂല്ല. ആ നിലക്കുള്ള പദം കൊണ്ട് ബാത്തിൽ നല്ലവൻ എന്താ പറയാ, വ സഖത്ത ബിഹി മംബഅത്തി കലാമില്ലാഹി വ കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം പദങ്ങൾ കൊണ്ടുവരുമ്പോ ഖുർആനിൽ പറഞ്ഞ അള്ളാന്റെ കലാമിന്റെ ഉപകാരവും മുത്തുനബി തങ്ങളുടെ കലാമിന്റെ ഉപകാരവും നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ഇതുകൊണ്ടായി തീരാ പാടില്ല. എന്താ കാരണം? അതിൽ നിന്ന് ഹൃദയത്തിലേക്ക് മുൻകടന്നു വരുന്ന ഒന്ന് ലാ യൂസഖു ബി, അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റൂല. അതന്നെ വൽ ബാത്തിനു, ബാത്തിന് ലാ വബുത്തലഹു, ബാത്തിന് എന്താ ഒരു ക്ലിപ്തലല്ലോ, എന്തോ ആവാനോ. ബൽ പിന്നെയോ തതആലു ബിൽ ഖവാത്തിറു, ബാത്തിന്റെ കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ രൂപത്തിൽ ഉദിച്ചു കിട്ടുക. എല്ലാവരുടെ മനസ്സും ഒരുപോലെ ആവില്ലല്ലോ. അപ്പൊ ഖവാത്തിർ ഉദിച്ചു വരുന്ന കാര്യം തമ്മിൽ എതിരാണ്. അത് മനസ്സിലാക്കിയെടുക്കുന്നവർക്കൊക്കെ തമ്മിൽ ഹൃദയങ്ങൾ എതിരായിട്ട് കിട്ടും.
പോയത്തിന് തഞ്ചീലും അല്ല വുജൂൻ ശത്താം. എന്നിട്ട് പിന്നെ അതിനെ വിവിധങ്ങളായ വഴിയിലൂടെ റൂട്ടിലൂടെ തിരിച്ചു വേണ്ടി വരും, ഇറക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. വഹാദ ഈ പറഞ്ഞതും അയലൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അലീമത്തിൽ വഹാം പ്രയാസം വലുതായ നാടുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് വിദഅത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് വിദഅത്തും മുൻകരത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. നിശ്ചയമായിട്ടും ഇത്തരം പദങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ അൽ ഇഖ്റാബ ഒരു വരീബത്തുണ്ട്, പുതുമയാക്കണം. ആ പുതുമ ഉണ്ടാക്കാന്ന് ഒരു കരുതിയിട്ടുണ്ട്. കാരണം അന്നൻ നുഫൂസ നഫ്സുകളൊക്കെ മായിരത്തിന് വരീബി മുസ്തരിദത്തിൽ ലഹു നല്ല മുസ്തരിദത്തിൽ ലഹു നല്ല രസം കിട്ടണം, നല്ല പുതുമ കിട്ടണം. ഇത്യാദി കാര്യങ്ങളിലേക്കാണല്ലോ നഫ്സിന്റെ ചായ്വുണ്ടാവുക. അതാണ് അങ്ങനെ വരീബി മായിരത്തിന് വരീബ് മുസ്തരിദത്തുൽ ലഹുനായി നഫ്സുകള് മനസ്സുകള് പുതുമയിലേക്ക് ചായുകയും അതിനെ രസിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം പദങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർക്ക് ഉദ്ദേശം ഒരു പുതുമയാർന്ന സംഗതി ഉണ്ടാക്കാനാണ്. ഒരു ഹാദത്വരിയൊക്കെ ഇത്തരം പദങ്ങളെ ഈ വഴികളെ കൊണ്ട് തൂസുൽ ബാത്തിനത്തു ഈ ബാത്തിനീയത്തിന് ചേർക്കപ്പെടും അല്ലെങ്കിൽ ചേർക്കപ്പെടും ഇല അദിമി ജമീ ശരീഅത്ത് മുഴുവത്തിൽ പൊളിച്ചു കളയുക എന്നതിലേക്ക് ഇത്തരം വഴിയിലൂടെ വരുമ്പോ ബാത്തിനീയത്തിന് ചേർക്കപ്പെടുള്ള അതുണ്ടാവുക. ഇത് തെരുവിൽ ലവാഹിരിക ആ പദങ്ങൾ കൊണ്ടുവന്നപ്പോ ആ പദങ്ങൾ ലാഹിർ തെരുവ് ചെയ്ത് നോക്കുമ്പോ എന്താ ഉണ്ടാവുക, ബാത്തിനൊക്കെ നോക്കുമ്പോ ശരീരത്തിനെ പൊളിച്ചു കളഞ്ഞതിലേക്ക് എത്തിയില്ല. അപ്പൊ തുസീലുകാലും അവർക്കുള്ള അഭിപ്രായത്തിന്റെ മേലിൽ അതിനെ നീക്കിക്കളയുകയും ചെയ്യും. ഇങ്ങനെ അവസ്ഥയുണ്ട്. ഏതുപോലെ കമാഹക്കൈനാവും മദാഹിബിയും അവരുടെ മധുകളിൽ നമ്മൾ പിടിച്ചതുപോലെ ഈ കിതാബി മുസ്തദ്ഹരി അൽ മുസന്നഹി റദ്ദി അൽ ബാത്തിനെത്തി എന്നൊരു കിതാബുണ്ട്. ബാത്തിനിയാക്കളുടെ മേലെ റദ്ദ് ചെയ്യുക. അങ്ങനെ റദ്ദ് ചെയ്യുന്നതിൽ ഉണ്ടാക്കപ്പെട്ടതായ ഒരു മുസ്തദ്ഹർ എന്ന് പറയുന്ന കിതാബുണ്ട്, മുസ്തദ്ഹരിയെ. അങ്ങനത്തെ ഒരു കിതാബിൽ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ അർത്ഥം. ഇന്നലെ ഇഹ്യാന്റെ ക്ലാസ്സില് എടുത്തപ്പോ നമ്മൾ വായിക്കുന്ന അബിഹാദത്വരീഖി തൂസിൽ ബാത്തിനിയത്തുൽ അദ്മി ജമീഇ ശരീഅത്തി ബിതഅ്വീൽ ലവാഹിരിക എന്നാ പുതിയ ലിപിയിൽ വന്നത് തുസീലുഹ എന്നെ കാണുന്നത്. പക്ഷെ തുസീൽ തിരുത്തണം, തൻസീലുഹ എന്നാണ് വേണ്ടത്. തുസീലുഹ എന്നതിൽ കാണുന്നത്. അപ്പൊ പിന്നെന്താ വെച്ചാല് അർത്ഥം അതിനെ പറ്റൂല. എന്താ ലാഹിറിനെ അവരെന്താ നീക്കുക അല്ല അറിയും. അവരുടെ അഭിപ്രായ പ്രകാരം അനുസരിച്ച് ആ ലാഹിറിനെ നീക്കിക്കളയുക എന്നൊക്കെ വരും. ദൈവം ചെയ്ത് വേറെ ഇടങ്ങാറാകും. തെൻസീലാകുമ്പോ കുഴപ്പമില്ല, തെൻസീലാണ് ഇപ്പൊ വേണ്ടത്. പുതിയ കിതാബിലെ തെറ്റ് തെസീൽ എന്നുണ്ടാവും, തിരുത്തണം എന്ന് പറയുന്നു. ഇനി മിസാൽ തഅ്വീലി അഹ്ലി ത്വാമാത്തി ത്വാമാത്തിന്റെ അഹ്ലുകാർ വ്യാഖ്യാനിക്കുന്നതിന്റെ ഉദാഹരണം പറഞ്ഞുതരാം. കാരണം അവര് ബാത്തിനിയായ തേവീൽ നടത്തി തുമ്പില്ലാതാക്കി ശരീരത്തിനെ പൊളിച്ചതാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എങ്ങനെ ഖൗലു ബഅദിഹിം ത്വാമാത്തിന്റെ അഹ്ലുകാരും ചില ആൾക്കാരെ വാക്കാണ്. എവിടെ ഈ തഅ്വീൽ ഖൗലിഹി തആല അല്ലാഹു തആല പറഞ്ഞ വാക്കിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? നാസിആത്ത് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലാഹ് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തുഗാ എന്ന് കാണാം. അവിടെ പറഞ്ഞെന്താ, മൂസേ നിങ്ങൾ ഫിർഔന്റെ അടുത്തേക്ക് പോകണം. ഇന്നഹു തുഗാ അവൻ വളരെയധികം ഭൂമിയിൽ ഫസാദും ഫിത്നയും റബ്ബാണെന്നും ബാധിച്ച് അതിക്രമം കാണിക്കുന്നു. അവിടെ ഇലാ ഫിർഔന എന്ന് കാണാം. ഈ ഫിർഔനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇന്നഹു ഇഷാറത്തുൻ ഇലാ ഖൽബിഹി. ഇവിടെ ഇലാ ഫിർഔന എന്ന് പറഞ്ഞാല് അതിന്റെ ബാഹ്യമായ അർത്ഥം ഖൽബ് എന്നാണ്, അവന്റെ ഹൃദയം എന്നാണ്. അതിലേക്ക് ചൂണ്ടുകയാണ് ഇത് എന്നാണ് ഈ ആയത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില തോമാത്തിന്റെ അഹിലുകാര് പറഞ്ഞത്. എന്നിട്ട് വക്കാല അദ്ദേഹം പറയുന്നു ഹുവൽ മുറാദു ഫിർഔന, ഈ ഖൽബി എന്നതാണ് ഫിർഔൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നെന്ന് ബാത്തിനിയാക്കൾ പറയുന്നു. അങ്ങനെ തഫ്സീറൊന്നുമില്ല, ഒരു വേണ്ടാത്തത് ഉണ്ടാക്കി തീർക്കണം. ഹുവത്താഹി, ആ ഖൽബാണ് പിന്നെ എന്തെയ്ത് വേണ്ടാത്തരം കാണിക്കുന്നത്. അലാ കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്റെ മേലിലും
അതിക്രമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന കൽബാണ്. കാരണം ഫിറഔന് എന്നതിന്റെ ഉദ്ദേശം കൽബ് എന്ന് വെച്ചല്ലോ. ആവട്ടെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഇത് ത്വാമാത്തിന്റെ അധികാരം ചെയ്ത പണിയാണ്. ഇത് ഖുർആനിക വചനം തെറ്റായി വ്യാഖ്യാനിക്കണം. അത് അപകടം പിടിച്ചതാണ്. ഇനി ഖൗലിഹി തആല അള്ളാന്റെ മറ്റൊരു വാക്ക് കാണാം ഖസസില്, വഅൻ അൽഖി അസ്വാക എന്ന് കാണാം. എന്താണ് പറഞ്ഞത്? മൂസാ നബിയെ അങ്ങേരെ കയ്യിലുള്ള വടിയുണ്ടല്ലോ അത് നിലത്തിടണമെന്ന് അള്ളാഹുത്തോട് ആജ്ഞാപിച്ചിട്ടുള്ളത്. ഇതിനെ ഈ ബാദുത്വമാത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഐ ഫുല്ലമ്മ യതവക്കു അലൈഹി വയതമിദുഹു മിമ്മാ സിവല്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആല ഒഴികെ എന്തെല്ലാത്തിനും മേൽ ചാരി നിൽക്കാൻ പറ്റുമോ, ചാരണം കൊള്ളാൻ പറ്റുമോ അത് മുഴുവത്തിനായിട്ട് വലിച്ചെറിയാന്നർത്ഥം. അപ്പൊ അള്ളാണ് വേണ്ടത്, മറ്റൊന്നുകൂടെ വേണ്ട, മറ്റുള്ള മുഴുവൻ ഒഴിവാക്കണം എന്നാണ്. എന്താണ് ദുർവാഖ്യാനം ചെയ്തത്? അപ്പൊ അയ്യുൽഖിയഹു. അപ്പൊ പിന്നെന്ത് വേണം? അള്ള ഒഴിച്ച് ബാക്കി എന്തൊക്കെയുണ്ടോ ഈത്തിമാ നടത്തുന്നതും തവക്കുവായിട്ടുള്ളത് അത് മുഴുവെടുത്ത് ഒഴിവാക്കണം എന്നാണ് അർത്ഥം വെക്കുക എന്നാണ് അഖിലുത്വമാത്തിലെ ബാദ് പറഞ്ഞത്. ഇത് ദുർവ്യാഖ്യാനമാണ്. ഇനി വേറെ നോക്കൂ, ഈ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ആയത്തിന് ഉദാഹരണം പറഞ്ഞ ദുർവ്യാഖ്യാനത്തിന്റെ തന്നെ. ഇനി റസൂലുള്ളാഹിന്റെ ഹദീസ് മൊഴിയുണ്ട്, തസഖറു ഇന്ന ഫിസ്സുഹൂരി ബറക്കത്തൻ എന്നുണ്ട്. നിങ്ങൾ അത്തായം കഴിച്ചോളൂ, കാരണം അത്തായത്തിൽ ബർക്കത്തുണ്ട് എന്നാ. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അറാദ് ബിൽ ഇസ്തിഗ്ഫാർ ബിൽ അസ്ഹാരി ഫിൽ അസ്ഹാരി എന്ന്. ആ പറഞ്ഞതിന്റെ അർത്ഥം അർദ്ധരാത്രികളിൽ അത്തായ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുക എന്നാണ്. തസഖറു ഇന്ന ഫിസ്സുഹൂരി ബറക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇതിന് ദുർവ്യാഖ്യാനം ചെയ്തു. ഇതൊക്കെ ബാത്തിനികളായ അഖിലുത്വമാദികളെ പണിയാ. അംസാർ ദാലിക്ക ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തായുൽ ഖുർആന, അങ്ങനെ ഖുർആൻ അവർ മാറ്റിമറിച്ചു. മിൻ അവ്വലിഹി അതിന്റെ ആദ്യം മുതൽ ഇല ആഖിരി അവസാനം വരെ. അല്ലാഹിരി ഖുർആന്റെ ലാഹിറ അർത്ഥമുണ്ട്. വഅൻ തഫ്സീരിൽ മൻഖൂരി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വസൈദ് ഉലമാ റളിയല്ലാഹു അൻഹും. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ടും മറ്റു ചില പണ്ഡിതന്മാരെ തൊട്ടും വ്യാഖ്യാനങ്ങളുണ്ട് ഉദ്ധരിക്കപ്പെട്ടത്. അതിനെയും വിട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കിന്റെ ലാഹിർ അർത്ഥത്തെയും വിട്ടുകൊണ്ട് മാറ്റിമറിച്ചു ഖുർആനെ. ഈ തഅ്വീലാത്തിൽ ചിലത് എന്തെന്നറിയാമോ? യുഅല്ലിമു, ആ ബഅദ് പഠിപ്പിക്കുന്നുണ്ട്, മുത്ലാനഹ, ഈ തഅ്വീലാത്തുകൾ ബാത്തിലാണ് എന്ന്. സത്യം ഉറപ്പായിട്ടും ഈ തഅ്വീലാത്തുകളൊക്കെ ബാത്തിലാണ് എന്ന് യുഅലിമു അറിയിക്കുന്നുണ്ട്. പഠിപ്പിക്കാണ്ട് അറിയിക്കുന്നുണ്ട് അർത്ഥം. അപ്പൊ ഈ ബഅദ് തഅ്വീലാത്ത് അറിയിക്കുന്നത് മുത്ലാനഹ ഖത്താൻ, ഉറപ്പായിട്ടും ഈ തഅ്വീലാത്തുകളൊക്കെ ബാത്തിലാണെന്ന് അറിയിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞു തരാം. തൻസീലി ഫിർഔന അൽ ഖൽബി, ഫിർഔൻ എന്നതിനെ കൽബിന്റെക്ക് ഇറക്കിയത് കൽബ് അർത്ഥം വെച്ചു. കാരണം എന്താണ് ഇത് തെറ്റാന്ന് പറയാൻ കാരണം? ഇന്ന ഫിർഔന, നിശ്ചയമായിട്ടും ഫിർഔൻ എന്ന് പറയും ശഖ്സുൻ മഖ്സൂസുൻ, ഇവിടെ കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തവാത്ര ഇലൈനൻ നഖ്ലു ബിവുജൂദിഹി വദഅവത്തി മൂസ ലഹു അലൈഹിസ്സലാം. ഒരുപാട് ഉദ്ധരണികൾ നമ്മളിലേക്ക് മുതവാത്തിറായിട്ട് വന്നിട്ട് തുടരെ വന്നിട്ടുണ്ട്. ആറ് കളവിലേക്ക് കൂടൂല, അത്രത്തോളം സത്യമായി വന്ന മുതവാത്തിറായി വന്നൊരു വ്യക്തിയാണത്. ആ വ്യക്തി ഉണ്ട് എന്നും ആ വ്യക്തിയോട് മൂസാ നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയെന്നും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തവാത്തുർ വായിക്കാൻ നമുക്ക് ലഭിച്ച ഒരു വ്യക്തിയാണ് ഫിർഔൻ. ആ വ്യക്തിയെ കൊണ്ടേണ്ട കൽബ് നർത്തം വെച്ചു. എങ്ങനെയുണ്ട് മാറി വ്യാഖ്യാനൊക്കെ നടത്തിയാല്? ഇപ്പൊ അമ്മാമൻ ഊത്തിയ കിതാബ് എന്നിടത്ത് അമ്മാമൻ ഊതിയ കിതാബ് നർത്തം വെച്ച മാതിരി അങ്ങനെ അർത്ഥം ഉണ്ടോ അതിന്? ഇല്ലേ? അല്ല മുമ്പസ്ത, മുമ്പിലുള്ള ബസ്, ഇങ്ങനെയൊക്കെ അർത്ഥം വെക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ തെറ്റല്ലേ? ഒക്കെ അബൂജഹലിനെ പോലെ അബൂ ലഹബിനെ പോലെ കുഫാർ കാഫിരികളായ നിഷേധികളായ ആൾക്കാരെന്ന് ഇവരല്ലാത്ത നമ്രൂദുണ്ട്, ഉത്തുബത്തുണ്ട്, ഷൈബത്തുണ്ട്, വലിയൊക്കെ അല്ലേ? ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായ അബൂജഹൽ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്തരം ആളുകളെ പറ്റിയില്ല കൊണ്ടാണ് വ്യാഖ്യാനിച്ച് ഇങ്ങനെ കൊണ്ടേങ്ങളെ വ്യാഖ്യാനിക്കാം. ഇതൊക്കെ അപകടം പിടിച്ച പണിയാണ്. ശയാത്തീനി, എത്തരത്തിൽ ഇവരാരും മന്ദിൽപ്പെട്ടതല്ല, ഷൈത്താന്റെ വർഗത്തിൽപ്പെട്ടത് മനുഷ്യവർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു മലായിക്കത്ത്, മലക്കുകളിൽ പെട്ടതുമല്ല അവർ. ഷൈത്താന്മാരിൽ പെട്ടതുമല്ല, മലായിക്കത്തെയും മലക്കുകളും പെട്ടവരല്ല. മിമ്മ ലം യുദ്റക് ബിൽ ലിസ്സ്,
ഹിസ് കൊണ്ട് മനസ്സിലാക്കപ്പെടാൻ കഴിയാത്തത് പെട്ട ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ അൽഫാദി അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത്തരം ലഫ്ളുകളിലേക്ക് വ്യാഖ്യാനം ചെന്ന് മുട്ടുമായിരുന്നേന്. അതൊന്നും ഇവിടെ ഇല്ല. ഈ പറയുന്ന അബൂജഹലിനെ കാണാം, അബൂലഹബിനെ കാണാം. അവരെന്താണ് ശൈത്താന്റെ വർഗത്തിൽപ്പെട്ടതൊന്നല്ല, മലാഖത്തിന്റെ വർഗത്തിലും പെട്ടതല്ല. ഇതൊന്നുമില്ലാതെ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുക, ഇത് അപകടം പിടിച്ച പണിയാണ്. നോക്കത ഇതേ പ്രകാരം തന്നെയാണ് എന്ത് ചെയ്തത്? ഹംലു സുഹൂർ അൽ-ഇസ്തിഗ്ഫാർ, അത്തായത്തിനെ കൊണ്ടേ എന്താക്കി? അത് ഇസ്തിഗ്ഫാറാണെന്ന് വ്യാഖ്യാനിച്ചു. നിശ്ചയമായിട്ടും കാര്യം പറയട്ടെ, കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതനാവലു തുആമ, മുത്തുനബി തങ്ങൾ ഭക്ഷണം ഉപയോഗിക്കും. നബി തങ്ങൾ പറയും, തസക്കറോ, നിങ്ങൾ അത്താഴം കഴിച്ചോളി, അലുമു, നിങ്ങൾ മുന്നിട്ട് വരിക, മുബാരക്ക്, ബർക്കത്താക്കപ്പെട്ടതായിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് എന്നൊക്കെ നീ പറയാറുണ്ട്. ഇങ്ങനെയുള്ളവരെ കൊണ്ടെങ്ങാണ്ട് അവിടുത്തെ പദത്തിൽ നേരെ എന്താക്കിക്കുന്നത്? ഇസ്തിഗ്ഫാറാക്കി വെച്ചു. ആദിക ഉമ്മൂറും യുദ്ധക്കും തവാത്തിന് വൽ ഹിസ്സി പറയുന്ന ഇന്ദ്രിയാതീതജ്ഞാനം, നല്ല ഇന്ദ്രിയജ്ഞാനങ്ങളെ കൊണ്ടും തവാത്തുർ കൊണ്ടും മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ എന്തായെന്നറിയാമോ? ബുത്തുലാനുഹാനക്കിരൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ വ്യാഖ്യാനങ്ങളൊക്കെ എന്താണ്? വാത്തിലാണ്, ഉദ്ധരണി പ്രകാരം. ഇപ്പൊ ബാലുക ചിലത് എന്താന്ന് ഈ അലമു അറിയും, ഈ വാലിബുൽ ലന്നി, അതിൽ ചിലത് ഈ അലമു അറിയപ്പെടാൻ കഴിയും. ഈ വാലിബുൽ ലന്നി മികക്കൽ കൊണ്ടും ചില കാര്യങ്ങൾക്ക് അറിയപ്പെടാൻ കഴിയും. അപ്പോ ധാരിക്ക അത്തരം കാര്യങ്ങള് ഈ ഒമൂരില്ല എത്താനൊക്കെ ഏസാസ്, അത്തരം കാര്യങ്ങളോടൊന്നും എന്തില്ല? ഏസാസ് ബന്ധിക്കുന്നില്ല. അങ്ങനെ ബന്ധിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യപ്പെട്ടതാണ് അതൊക്കെ. അങ്ങനെ വായിച്ചെടുത്താൽ പക്കുല്ലുദാലിക്ക ഹറാമലാലത്തും, ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അന്ധമായ വ്യാഖ്യാനങ്ങളൊക്കെ ബാത്തിലാണ്, പിഴവാണ്. മാത്രമല്ല സൃഷ്ടിയുടെ മേലില് പരിശുദ്ധ ദീനെ നാശമാക്കലാണത്. ഇന്നത്തെ കാലത്ത് പോലെ എന്തെല്ലാം നാശിക്കുശിയാക്കി കൊണ്ട് അർത്ഥം വെച്ചുകൊണ്ട് വലം യുങ്കൽ ചെയ്യും മിന്ദാലിക്ക അനി സ്വഹാബത്തി വല അനി താബിഈന വല അനി ഹസൻ ബസരി, ഹസൻ ബസരി തങ്ങളെ തൊട്ടോ താബിയെ തൊട്ടോ സ്വഹാബത്തിനെ തൊട്ടോ ഇതൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ഇക്ബാബിഹി, എന്തോടുകൂടെ? ഹസൻ ബസരി തങ്ങള് മുഖം കുത്തി വീഴുന്നു, അലാദായവത്തിൽ ഖൽഖി, സുരക്ഷ ക്ഷണിക്കുക സത്യത്തിലേക്ക്, വാലിം, അവരുടെ ഉപദേശം ചെയ്യുക എന്നിത്യാദി കാര്യത്തിന് നല്ലോണം പരിശ്രമിക്കുന്ന ആളെ മുഖം കുത്തി വീഴുന്നത് അങ്ങനെയാണ്. അതോടുകൂടി തന്നെ ഇത്ര വ്യാഖ്യാനൊന്നും ഹസൻ ബസരിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണില്ല. അലാ എൽഹറു ഈ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ വലാ എൽഹറു, ഇതൊന്നും ലാഹിറല്ല, ഇതൊക്കെ അപകടം പിടിച്ച പരിപാടിയാണ്. എന്തുകൊണ്ട് ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരാരും ഉദ്ധരിക്കാത്ത, ആരാരും പറയാത്ത തന്നിട്ട പ്രകാരം ഖുർആൻ വ്യാഖ്യാനിച്ചാൽ അവൻ വല്യതബവ മഖാദുമിനന്നാരി, നരകത്തിൽ നിന്ന് ഒരു ഇരിപ്പിടം അവൻ തയ്യാറാക്കട്ടെ. അത്രയും വലിയൊരു അപകടം പിടിച്ച വഴിയാണ് ഒരു വ്യാഖ്യാനം നടത്തുന്നത്. മാനൻ എന്താന്ന് ചോദിച്ചാൽ, മാനെ ഇല്ലാഹാദൻ നമത്ത്, ഈ വഴിയിലൂടെയല്ലാതെ, ഇവിടെ കൊണ്ടുവന്നൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ അല്ലാതെ അർത്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യിക്കോട്ടെ? നരകത്ത് പോയി കടന്നോട്ടെ. ബഹുവായിക്കൂന ഉറന്നു കുറയോ, അവന്റെ ആവശ്യം, അവന്റെ അഭിപ്രായം, തക്രീറ അംരിമ തഹഖീഖഹു, അവര് കാര്യം ഉറപ്പിച്ചിട്ട് ആ കാര്യത്തെ എന്താക്കുക? ഉറപ്പിക്കുകയും അതോടുകൂടി തന്നെ അത് സൃഷ്ടമാക്കുകയും ചെയ്യും. എന്നിട്ടോ എന്താണ് അവൻ തീരുമാനിച്ചതെങ്കിൽ, എന്താണ് അതിന്റെ അഭിപ്രായമെങ്കിൽ അതിലേക്ക് ഖുർആന്റെ തെളിവ് അവൻ വലിച്ചു കൊണ്ടുവരും ചെയ്യും. എന്നിട്ട് മിലുഹു അലൈഹി, അവൻ ഉദ്ദേശിച്ച ആ കാര്യത്തിന്റെ മേലിൽ ആ ഖുർആനെ കൊണ്ടേട് ചുമത്തുകയും ചെയ്യും. എങ്ങനെ? മിൻ ഗൈരി അൻ യശ്ഹദ തൻസീലിഹി അലൈഹി, അങ്ങനെ അവന്റെ അഭിപ്രായത്തിന്റെ മേലിൽ ആ ഖുർആന്റെ ആയത്തുകൾ അങ്ങനെ ഇറക്കണം എന്നൊരു വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ദലാലത്തൻ ലഹുവിയത്തൻ ലഹുവിയത്തൻ നഖലിയത്തൻ, ലഹുവിയ ദലീലോ ലഹുവിയ ദലീലോ നഖലിയ ദലീലോ, ഒരു ദലീലുമില്ലാതെ അവന്റെ തന്നെ ഇഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖുർആനിക ആയത്തുകളെയും ഹദീസുകളെയും പദങ്ങളെയും ഒക്കെ അവിടേക്ക് കൊണ്ടിടുക. ഇങ്ങനെ കൊണ്ടിടലാണ് അവന്റെ ആവശ്യം, അവന്റെ വാദഗതി നിലനിർത്തലാണ് അവന്റെ ലക്ഷ്യം.
ഇത്തരം വൻ അപകടങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പോലെ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ദീനെ നന്നാക്കാനല്ല, ദീനെ അപകടപ്പെടുത്തുകയും നാശമാക്കാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്.